ശാരീരിക വെല്ലുവിളി നേരിടുന്ന ലോട്ടറി വ്യാപാരിയുടെ പെട്ടിക്കട സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ചേറ്റുകുഴി സ്വദേശി ഇഞ്ചനാൽ ആന്റണി ഉപജീവന മാർഗത്തിനായി ലോണെടുത്ത് ആരംഭിച്ച പെട്ടിക്കട വ്യാപാരമാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസിൽ പരാതി നൽകി. ചേറ്റുകുഴി ഇഞ്ചനാൽ ആന്റണി അഗസ്റ്റിൻ 3 വർഷമായി ചേറ്റുകുഴി ടൗണിൽ ലോട്ടറിയും നിത്യോപയോഗ സാധനങ്ങളും കച്ചവടം ചെയ്തു വന്ന ഉന്തുവണ്ടിയാണ് കഴിഞ്ഞ 20-ന് രാത്രി നശിപ്പിച്ചത്. സംഭവത്തിൽ ചേറ്റുകുഴി സ്വദേശികളായ പൂവത്തൂർ ജെയ്സൺ, മാമച്ചൻ, തോമസ്, കണ്ണാടിക്കൽ ബിനു എന്നിവർക്കെതിരെ കമ്പമട്ട് പോലീസിൽ പരാതി നൽകി. പപ്പയോട് പറഞ്ഞു എന്നാ ഇത് മാറ്റിയില്ല, 15 പൊക്കം വിടുന്നു ഭീഷണിപ്പെടുത്തിയായിരുന്നു. അപ്പം പപ്പയ്ക്ക് അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ പപ്പയാണ് ഞങ്ങൾ കുടുംബമായിരുന്നു നോക്കുന്നത്. ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ കട തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം അമ്മയ്ക്ക് ഒന്നാമത്തെ വയ്യാത്തതാണ്. അമ്മയ്ക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വയ്യാത്തതാണ്. പിന്നെ പെങ്ങളുടെ കാര്യം നോക്കണം, എൻ്റെ കാര്യം നോക്കണം, പപ്പ മാത്രമേ ഉള്ളൂ വീട്ടിലെ കാര്യം നോക്കണമെങ്കിൽ. അപ്പം ഇങ്ങനെ ദ്രോഹം ചെയ്തപ്പോൾ ഇപ്പം ആ കട കണ്ടായിരുന്നു വേസ്റ്റ് കുഴി കൊണ്ടിട്ടേക്കുന്ന ഒരു കട ഇപ്പം കിടക്കുന്ന അവസ്ഥ കണ്ട സങ്കടം വരുന്നുണ്ട് തന്നെ. അപ്പം ഇതിനൊരു നീതി കിട്ടുന്ന വരെ ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോകാനിരിക്കുക. 4 വർഷം മുമ്പ് തീപ്പൊള്ളലേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ആന്റണി സുമനസുകളുടെ സഹായത്തോടെയാണ് ചേറ്റുകുഴി മലങ്കര കത്തോലിക്ക പള്ളിയോട് ചേർന്ന് റോഡ് പുറമ്പോക്കിൽ പെട്ടിക്കടയിൽ ലോട്ടറി വ്യാപാരം തുടങ്ങിയത്. ആഴ്ചകൾക്ക് മുമ്പ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് 50,000 രൂപയുടെ നിത്യോപയോഗ സാധനങ്ങളും വാങ്ങിയിരുന്നു. എന്നാൽ ഉന്തുവണ്ടി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2 ആഴ്ച മുമ്പ് കുറ്റാരോപിതർ ഭീഷണിപ്പെടുത്തിയതായി ആന്റണി പറയുന്നു. 21-ന് രാവിലെ എത്തിയപ്പോൾ ഉന്തുവണ്ടി സ്ഥലത്തുണ്ടായിരുന്നില്ല. തിരച്ചിലിൽ കുറ്റിക്കാട്ടിൽ കേടുപാട് വരുത്തിയ നിലയിൽ കണ്ടെത്തി. ഇതോടെ നിർധന കുടുംബത്തിന്റെ ഉപജീവന മാർഗം നിലച്ചു. ആന്റണിയുടെ ഭാര്യ മാനസികാരോഗ്യ ചികിത്സയിലാണ്. 2 മക്കൾ വിദ്യാർത്ഥികളും. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ലോട്ടറി വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആന്റണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മകൻ എബിൻ മോൻ ആന്റണി, എസ് ജയപ്രകാശ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.